ഹലോ മക്കളെ, ഈ വരുന്ന ഓണം എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രധാനമായിട്ട് 9th സോഷ്യൽ സയൻസിനകത്തെ ഐഡിയാസ് ആൻഡ് ഏർലി സ്റ്റേറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട്. ആശയങ്ങളും ആദ്യകാല രാഷ്ട്രങ്ങളും എന്ന ചാപ്റ്റർ. ആ ചാപ്റ്ററിനകത്ത് ചോദിക്കാൻ സാധ്യതയുള്ള വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മക്കളെ, ചോദ്യം ഇതാണ്: ദ മൗര്യൻ ആർമി ഹാവ് 5 ഡിവിഷൻസ്. വാട്ട് ആർ ദേ? മൗര്യൻ സൈന്യത്തിന് 5 വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു. അവ ഏതൊക്കെ എന്നുള്ളതാണ്. നമുക്കറിയാം, മൗര്യൻ സൈന്യത്തിന് പ്രധാനമായിട്ടും 5 വിഭാഗങ്ങൾ അവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ നിങ്ങൾക്കറിയാം ഇൻഫെൻട്രി അല്ലെങ്കിൽ കാലാൾപ്പടയാണ് ഒന്നാമതായിട്ടുള്ളത്. രണ്ടാമത്തത് മക്കളെ ശ്രദ്ധിക്കുക, കാവൽറി അല്ലെങ്കിൽ കുതിരപ്പടയാണ് ഇത് രണ്ടാമത്തത്. തേർഡ് വൺ ഈ പറഞ്ഞ ചാരിയറ്റ് അല്ലെങ്കിൽ തേരാണ് കാണാൻ വേണ്ടി പറ്റുന്നത്. ഫോർത്ത് വൺ നിങ്ങൾ നോക്കി എലിഫൻസ് അല്ലെങ്കിൽ ഗജസേനയാണ്. ലാസ്റ്റ് വൺ നിങ്ങൾ നോക്കി നേവി അല്ലെങ്കിൽ നാവികസേനയാണ്. ഇങ്ങനെയുള്ള 5 എണ്ണമാണ് മൗര്യൻ സൈന്യത്തിന് പ്രധാനപ്പെട്ട ഡിവിഷൻസ് അല്ലെങ്കിൽ വിഭാഗങ്ങളായിട്ട് പറയുന്നത്. നമുക്ക് ഓരോന്നും ജസ്റ്റ് നോക്കാം. ആദ്യമായിട്ട് നിങ്ങൾ കാണാൻ പറ്റുന്നത് ഇൻഫെൻട്രി അല്ലെങ്കിൽ കാലാൾപ്പടയാണ് നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. ഇനി രണ്ടാമതായിട്ട് നിങ്ങൾ കാണുന്നത് കാവൽറി അല്ലെങ്കിൽ കുതിരപ്പടയാണ് നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. ഇനി തേർഡ് വൺ നിങ്ങൾ നോക്കി ചാരിയറ്റ് അല്ലെങ്കിൽ തേരാണ് അവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. ഇനി നെക്സ്റ്റ് വൺ നിങ്ങൾക്ക് എലിഫൻസ് അല്ലെങ്കിൽ ഗജസേനയാണ് നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. ഏറ്റവും ലാസ്റ്റ് വൺ മക്കളെ വരുന്നത് നേവിയാണ്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള 5 എണ്ണവുമാണ് പ്രധാനമായിട്ടും മൗര്യൻ സൈന്യത്തിന്റെ പ്രധാനപ്പെട്ട 5 ഡിവിഷൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ 5 വിഭാഗങ്ങൾ എന്ന് പറയുന്നത്. ഇതാണ്. ഓക്കെ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ?